ക്രൂശിത വഴിയിലൂടെ 35-ാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹെറോദസ് രാജാവ് യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഇവൻ സ്നാപക യോഹന്നാനാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം നാം കാണുന്നത് അധികാരവും ശക്തിയുമുള്ള ഒരു രാജാവിനെയാണ്. എന്നാൽ അവൻ്റെ ഉള്ളിൽ സമാധാനമില്ല. മനഃശാസ്ത്രപരമായി ഇതൊരു സത്യമാണ്. മനുഷ്യന് തൻ്റെ മനസാക്ഷിയിൽ നിന്ന് ഒളിച്ചോടുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ ശബ്ദം നിശബ്ദമായി. പക്ഷേ സത്യത്തിന് സത്യം അവൻ്റെ ഉള്ളിലുള്ളപ്പോൾ അത് മിന്നിക്കൊണ്ടിരുന്നു. പാപം മറച്ചു വയ്ക്കാം, എന്നാൽ മനസാക്ഷിയെ മൗനമാക്കാൻ കഴിയുകയില്ല. നോമ്പെന്നത് നമ്മുടെ ഉള്ളിൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുവാനുള്ള സമയമാണ്. എന്നാൽ ഇതാണ് സുവിശേഷകന്റെ സത്വാർത്ത. യേശു നമ്മുടെ പാപങ്ങൾ ഓർമ്മിപ്പിക്കാൻ വരുന്നവനല്ല, നമ്മെ മോചിപ്പിക്കാൻ വരുന്നവനാണ്. ഭയപ്പെടുത്തുവാനല്ല, രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. അവൻ നമുക്ക് കൃപയും സമാധാനവും നൽകുന്നു. ഈ നോമ്പിൽ ഹെറോദേസിനെ പോലെ ജീവിക്കാതെ അനുതാപത്തോടെ ക്രിസ്തുവിനടുക്കിലേക്ക് വരിക. അപ്പോൾ നാം സ്വതന്ത്രരാകും. പാപം കൃപയായി മാറും. നമ്മുടെ ഹൃദയം പുനർജീവിക്കും. സ്തുതിയായിരിക്കട്ടെ.